നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ഈ പിള്ളേരുടെ കൂടെ മനസമാധാനത്തോടെ താമസിക്കണം എന്ന് കരുതി ഞാൻ ഈ വീട് ദേവിക്ക് വിട്ടുകൊടുത്തിട്ട് പോകത്തൊന്നുമില്ല. അതെ, നീ പോകരുതടി എങ്ങോട്ടും. കുറച്ചു ദിവസം നമുക്ക് താമസിച്ചിട്ടേ ആ വില്ല വാടകയ്ക്ക് കൊടുക്കാം. പട്ടണത്തിലല്ലേ നല്ല വാടക കിട്ടും. അല്ലെങ്കിൽ തന്നെ അവൾ എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കാനാ? നിന്റെ കല്യാണം കഴിയുന്നതോടെ അവൾ ഈ വീടിന്റെ പടിയിറങ്ങും. കാരണം എന്താന്നറിയോ? ശരത് മോൻ ഇവിടെ അധികാരവും അവകാശവും ഒക്കെ ആവുമല്ലോ. അല്ലെങ്കിൽ അതിനുള്ള വഴി സോമൻ നോക്കിക്കൊള്ളും. അല്ലേ സോമ? പിന്നല്ലാതെ. ഞാനേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എനിക്കും നല്ല ദാഹം. ഞാനും വെള്ളം. എന്താ ഭാമിനി നീ കാണിക്കുന്നേ? നിങ്ങൾക്കത്ര ഭ്രാന്താണോ? എന്തു പറ്റി? എന്റെ ആമ്പർന്നോനെ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ നിങ്ങൾ ഇങ്ങനെ കുന്തളിക്കുന്ന എന്തിനാ? പിന്നെ കല്യാണം നടത്തണ്ടേ? ശംഖ് ഇറക്കി മുഹൂർത്തം പറയണ്ടെന്നാണോ നീ പറയുന്നേ? നിങ്ങൾ ശംഖ് കറക്കിക്കോ, ഉടനെ എങ്ങും ഒരു നല്ല മുഹൂർത്തം ഇല്ലെന്ന് പറഞ്ഞാ മതി. അതെന്താ ഭാമിനി നീ അങ്ങനെ പറയുന്നേ? ഇയാള് ബ്രഹ്മശ്രീ പണ്ഡിതനാണെന്നൊക്കെ വെറുതെ പറയുന്നതാണെങ്കിലും തലയ്ക്കകത്ത് ഇത്രയും കളിമണ്ണാണെന്ന് ഞാൻ കരുതിയില്ല. കല്യാണം നടന്നാലേ വല്യക്കന്റെ പേരിലുള്ള ആ 15 സെന്റ് സ്ഥലം ആ വഴിക്കങ്ങ് പോകും. കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവർക്ക് സമ്മാനമായിട്ട് അത് കൊടുക്കാനിരിക്കോ വല്യക്കൻ? അതും ആ പെണ്ണിന്റെ ശരത്തിന്റെയും പേര് രജിസ്റ്റർ ചെയ്ത്. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. എല്ലാം ചെയ്തിട്ടേ അയ്യോ അത് ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞാ പോരാ, അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അവനോന്റെ കൈ അവനോന്റെ തലക്കിലിരിക്കണോന്ന് പറയത്തില്ലേ? ഈ 15 സെന്റ് നമ്മക്കുള്ളതാ. ഇതൊക്കെ കണ്ടോണ്ട് തന്നെയാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് അവരുടെ പുതിയ വില്ലയിൽ താമസിക്കുന്നത് നല്ലതെന്നൊരു കാച്ചുകൂടി അങ്ങ് കാച്ചിയേക്കണം. അതോടെ നിത്യം ശരത്തും അങ്ങോട്ടങ്ങ് പൊക്കോളൂ.